കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയിൽ നിന്ന് TC വാങ്ങി പുറത്തിറങ്ങുകയാണ്. കാരണം എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ അതികഠിനമായ ഫീസ് വർധന കാരണമാണ് ഞാൻ ഇന്ന് ഇറങ്ങുന്നത്. ഒരു സെമ്മിന് 15,000 രൂപ എന്ന നിലയിലായിരുന്നു ഞാനിവിടെ ജോയിൻ ചെയ്തത്. അങ്ങനെയായിരുന്നു ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കിട്ടിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത് 50,000 എന്നൊരു നിലയിലെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള 8 സെമ്മ് കഴിയുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് കോളേജ് പഠിക്കുന്ന ഒരു ഫീസ് ഗവൺമെൻറ് കോളേജ് പഠിക്കുന്ന ഞാൻ ഇവിടെ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് TC വാങ്ങി പോകുന്നത്. ഈ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് കുറയ്ക്കാൻ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം. ബാക്കിയുള്ള ഒരുപാട് കുട്ടികൾ ഇതും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. വളരെ വിഷമകരമായ വീഡിയോ ആണ്. 3 ദിവസം മുൻപാണ് കാർഷിക കോളേജ് വെള്ളയാണി കാർഷിക കോളേജിൽ നിന്ന് ആഗ്രഹിച്ച് നീറ്റ് 3 വർഷം പഠിച്ച് 3 വർഷം കൊണ്ട് ആ നീറ്റിൽ ഉയർന്ന റാങ്ക് നേടുകയും വെള്ളയാണി കാർഷിക കോളേജിൽ BSc അഗ്രികൾച്ചറിന് അർജുൻ പ്രവേശനം നേടുകയും ചെയ്തത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 12,000 രൂപയായിരുന്നു ഒരു സെമസ്റ്ററിന് ഫീസായി രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫീസ് 36,000 രൂപയാണ്. ആ 36,000 രൂപയിൽ ഒതുങ്ങില്ല മറ്റ് ഫീസുകൾ, അതായത് ഹോസ്റ്റൽ ഫീസ്, മറ്റ് ട്യൂഷൻ ഫീസ് എല്ലാം ചേർത്തെടുക്കുകയാണെങ്കിൽ അത് ഒരു വർഷം 1.5 ലക്ഷത്തിന് മുകളിൽ ഒരു വർഷം ഫീസായി ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടി വരും. സാധാരണ നിലയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് അത് വലിയ ബാധ്യതയാണ്. ആ ബാധ്യത നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇറക്കിയപ്പോൾ തന്നെ വിദ്യാർത്ഥി സംഘടനകളടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഫീസ് കുറയ്ക്കാൻ ഈ കാർഷിക കോളേജുകളുടെ VC എന്ന് പറയുന്നത് കാർഷിക വകുപ്പ് സെക്രട്ടറി തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ വലിയ പ്രക്ഷോഭങ്ങളും നടത്തിയിരുന്നു. അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഒരു വിദ്യാർത്ഥിയുടെ പഠനം, അതും 3 വർഷം നീറ്റിന് വേണ്ടി പഠിച്ച് നീറ്റിൽ 7,000-നകത്ത് റാങ്കിൽ വരികയും ആ റാങ്ക് നേടി മെറിറ്റിൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി ഈ ഫീസ് താങ്ങാനാകാതെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു. 3 ദിവസം മുൻപാണ് അർജുൻ പഠനം ഉപേക്ഷിച്ചത്. TC വാങ്ങിയത്. അർജുൻ താമരശ്ശേരി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. താമരശ്ശേരിയിലേക്ക് ഇനി കാർഷിക കോളേജിൽ ഇനി തൻ്റെ അവസരം പൂർണ്ണമായി പോയി. ഇനി മറ്റാർക്കെങ്കിലും ഈ അവസരം കിട്ടുകയാണെങ്കിലും അവർക്ക് പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയെങ്കിലും ഫീസ് കുറയ്ക്കണമെന്നുള്ളൊരു അപേക്ഷ കൂടി അർജുൻ മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും സർവകലാശാല ഇതിൽ പറയുന്നത് സർവകലാശാലയ്ക്ക് ഏകദേശം 200 കോടിയിലധികം രൂപയുടെ ബാധ്യതയുണ്ട്. ഈ ബാധ്യത ഉള്ള സാഹചര്യത്തിലാണ് കൂട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ ഫീസ് വർധന എന്നാണ്. എങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ പഠിക്കാനുള്ള അവകാശം അത് നിഷേധിക്കപ്പെടുമ്പോൾ അത് വലിയ സങ്കടകരമായ വിഷയം കൂടിയാണ്. SKN.